ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ക്രോഷേ ചെയ്യുന്നത് ഒരു ലില്ലി വാലി കീ ചെയിനാണ്. സോ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. പിന്നെ അബ്രിവിയേഷൻസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രിങ്ങിലാണ്. സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്രീൻ യാനാണ് നമ്മൾ എടുക്കുന്നത്. ഏത് യാൺ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് ചെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ലെങ്ത് അനുസരിച്ച് ചെയിൻ ചെയ്യാം. ഞാനിവിടെ 55 ചെയിനാണ് ചെയ്തിരിക്കുന്നത്. സോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ 55 ചെയിൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് ലീഫ് ചെയ്യാം. സോ ലീഫ് ചെയ്യാനായിട്ട് നമുക്ക് സെയിം ഗ്രീൻ യാൺ തന്നെയാണ് എടുക്കുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാം. നമുക്ക് ചെയിൻ 16 ചെയ്യണം. അങ്ങനെ നമ്മൾ 16 ചെയിൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റോയിൽ ഫസ്റ്റ് സെക്കൻഡ് ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാണ്. ദെൻ അടുത്ത ചെയിനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ. ഓരോ ചെയിനിലും ചെയ്യേണ്ടത് ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷേ അടുത്ത നെക്സ്റ്റ് ചെയിനിൽ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഹാഫ് ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ, സ്ലിപ്പ് സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ. ഇത് നിങ്ങൾക്ക് അബ്രിവേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോയുടെ ഫസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി ഒന്നുകൂടെ.
ഇനി ഫൈനൽ ഒരു ചെയിനുണ്ട്. ആ ചെയിനിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് റോയ്ക്ക് നമുക്ക് ആ കാണുന്ന ഒരു സ്പേസിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ അഗെയിൻ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ നേരത്തെ നമ്മൾ ചെയ്ത സെയിം തന്നെ ഓർഡേഴ്സ് തന്നെ ചെയ്യാം. സെയിം പ്ലേസിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ. ലാസ്റ്റ് ചെയിനിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. നേരത്തെ റൗണ്ടിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യാണ് ചെയ്തത് ലാസ്റ്റ് ചെയിനിൽ. ഇതിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് യാൺ കട്ട് ചെയ്യാം. ചെയിൻ 1, ഓക്കെ. നമ്മുടെ യാൺ കട്ട് ചെയ്ത് നമ്മൾ ലീഫ് ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലീഫ് കീ ചെയിന് വേണ്ടിയിട്ട്. നമ്മൾ സ്ട്രിങ്ങും ലീഫും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്ലവർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഗ്രീൻ യാൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കളർ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ മാജിക് റിങ് ചെയ്യാം. മാജിക് റിങ് ചെയ്യുന്നത് എൻ്റെ ചാനൽ ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ ഒന്ന് ചാനലിൽ കുറച്ച് ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് മാജിക് റിങ് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ചെയ്യാം. ഇത് ചെയിൻ 1 ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട, ജസ്റ്റ് നമ്മളതൊന്ന് ടൈറ്റൻ ചെയ്യാനാണ് റിങ്. ഇനി നമുക്ക് 5 സിംഗിൾ ക്രോഷ്യ ആ റിങ്ങിനുള്ളിൽ ചെയ്യണം. 5 ടൈംസ് സിംഗിൾ ക്രോഷ്യ. നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏത് ചെയിനാണെന്ന് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാർക്ക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നത് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം.
അതിന് നമ്മൾ 5 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് റിംഗ് ഒന്ന് ടൈറ്റൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ കൂടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്ത് റൗണ്ട് 2 നമ്മൾ ചെയിൻ 3 ചെയ്യാം. അപ്പോൾ തേർഡ് ചെയിനിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഒരു ചെയിൻ കൂടെ ചെയ്യാം. 1 more ചെയിൻ. ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയിൻ 1. ഇത് എല്ലാ സ്റ്റിച്ചിലും ചെയ്യണം. ഒരു ഡബിൾ ക്രോഷയും ഒരു ചെയിൻ 1 എന്നുള്ളത് ഓരോ സ്റ്റിച്ചിലും ചെയ്യാം. നമ്മൾ ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എല്ലാ സ്റ്റിച്ചിലും. ഇനി നമുക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്തതിൽ സ്റ്റിച്ചിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് യാൺ കട്ട് ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഹോൾസ് ആണ്. കൗണ്ട് ചെയ്ത് നോക്കാം, കൺഫ്യൂസ്ഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു യാൺ എടുക്കാം. ഒരു കളർ യാൺ ഫ്ലവറിന് വേണ്ടിയിട്ടാണ്. സോ അത് നമുക്ക് ഏതെങ്കിലും ഒരു ഹോൾ ചൂസ് ചെയ്തിട്ട് അതിലേക്ക് യാൺ പുള്ള് ചെയ്തെടുത്ത് ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് ആ യാൺ അതിൽ സെക്യൂർ ചെയ്യാം. എന്നിട്ട് ചെയിൻ 2 ചെയ്യാം. ഈ റൗണ്ട് നമ്മൾ ചെയ്യുന്നത് ബോബിൾ സ്റ്റിച്ചാണ്. സോ അത് ചെയ്യാനായിട്ട് നമ്മൾ 6 ടൈംസ് ഈ യാൺ പുള്ള് ചെയ്തെടുക്കണം. അതാണ് ബോബിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. 6 ടൈംസ് യാൺ പുള്ള് ചെയ്തെടുക്കാം സെയിം ഹോളിൽ തന്നെ. ഇനി നമുക്കത് പുള്ള് ചെയ്തെടുക്കാം. എന്നിട്ട് ചെയിൻ 1 ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ഹോളിൽ സെയിം തന്നെ ബോബിൾ സ്റ്റിച്ച് ചെയ്യാം. 6 ടൈംസ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് പുള്ള് ചെയ്തെടുക്കണം. 6 ടൈംസ് കൗണ്ട് ചെയ്താൽ മതി.
എന്നിട്ട് ചെയിൻ 1. അങ്ങനെ 6 ഹോൾസിലും നമ്മൾ ഈ ഒരു ബബിൾ സ്റ്റിച്ച് ഫോളോ ചെയ്യുക. സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്യുക എല്ലാ ഹോളിലും. എന്നിട്ട് ചെയിൻ 1. നമ്മൾ ഫസ്റ്റ് ചെയ്ത ബോൾ സ്റ്റിച്ചിൻ്റെ ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1 ഞാൻ കട്ട് ചെയ്യരുത്. നെക്സ്റ്റ് ഒരു 1 more റൗണ്ട് കൂടെ ഉണ്ട്. ഈ ഒരു സ്പേസിൽ നമ്മൾ സിംഗിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, ഇത് ഓരോ ഹോളിലും ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, ദെൻ 2 ഡബിൾ ക്രോഷേ സെയിം ഹോളിൽ തന്നെ, പിന്നെ 1 more സിംഗിൾ ക്രോഷേ. അങ്ങനെ എല്ലാ സ്പേസിലും കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1, എന്നിട്ട് യാൺ കട്ട് ചെയ്യാം. ഇതുപോലെ ഒരു ഫ്ലവറും കൂടെ ചെയ്യാം. 2 flowers ടോട്ടൽ വേണം. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യണം. അതിന് ഫസ്റ്റ് നമ്മൾ നീഡിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്ട്രിങ്ങിൻ്റെ 2 അറ്റത്തിലും ഈ ഒരു നീഡിൽ കൂടി പുള്ളി ചെയ്തെടുത്തിട്ട്
നമ്മുടെ ലീഫിൻ്റെ സെൻറ്ററിൽ ആ സ്റ്റിച്ചിൽ 2 സ്റ്റിച്ചിലായിട്ടൊന്ന് പുള്ളി ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ പുള്ളി ചെയ്തൊരു സെൻറ്ററിലാക്കാം. ഒന്ന് പുള്ളി ചെയ്തെടുത്ത് ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലവർ അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അറ്റത്തിൽ ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നീഡിൽസിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ അവിടുത്തെ ഒരു സ്റ്റിച്ചിൽ കൂടി ഫ്ലവർ അതിലേക്ക് പുള്ളി ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ 2 അറ്റത്തും കൂടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഫ്ലവറും ഇതുപോലെ നമ്മൾ ഫ്ലവർ പുള്ളി ചെയ്തെടുത്തിട്ട് 2 ടൈൽസും ഒന്ന് ടൈറ്റൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കീ ചെയിൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അൺവാണ്ടഡായിട്ടുള്ള യാർൻസ് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം കീ ചെയിൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് വേറൊരു പ്രൊജക്റ്റായിട്ട് വരാം. ബൈ.